അതേറ്റവും വലുതും ഭയങ്കരവുമാണെന്ന്. ആ നാമം എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാൻ സാധ്യമുള്ളതാണെന്ന്, അതെന്നെ ഇത്രത്തോളം വഴി നടത്തിയതാണെന്ന്, ആ നാമമാണ് എന്നെ ഉയർത്തിയതെന്ന് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ തട്ടിയോ കരങ്ങൾ ഉയർത്തിയോ ആ വലിയ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എന്റെ നിലവിളി കേട്ടു. എങ്കിലേക്ക് ചാഞ്ഞിറങ്ങി വന്ന് നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കരകയറ്റി ക്രിസ്തു വന്ന പാറവെന്നെ നിർത്തി എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് ഞാൻ കൃപകളോടെ കൃപാവരത്തോടെ ഇന്ന് പകൽക്കാലം ഞാൻ പാടി ആരാധിച്ചു വന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ ഒരിക്കൽ കൂടി ചേർന്ന കരങ്ങൾ തട്ടിയോ ആ കരങ്ങൾ ഉയർത്തിയോ കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ ഇങ്ങനെ ചേർന്ന് ആഗ്രഹിച്ച കർത്താവേ, ഇനിയും അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ്, ഇനിയും അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ്. ഈ നാമത്തെ ഞാൻ ഇനിയും 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 പിന്തുടരുവാൻ, കർത്താവ് ഈ നാമത്തെ അധികമായി സ്നേഹിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നവർ, ഈ നാമത്തെ എന്തിലും അധികമായി സ്നേഹിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിയൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. യോർദാൻ സമമന ശോധനയിലും താണു വീണു പോകാതിരിക്കണമെങ്കിൽ യേശുവിനെ നോക്കണം. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം. സംശയമശേഷമില്ലാതെ ഇന്ന് പകൽക്കാലം ദൈവത്തെ നോക്കാൻ തയ്യാറാണെങ്കിൽ പ്രതികൂലങ്ങൾ എത്ര വേണമെങ്കിലും ജീവിതമാകുന്ന പടകിൽ ആഞ്ഞടിച്ചോട്ടെ, പ്രതിസന്ധികൾ എത്ര വേണമെങ്കിലും ജീവിതമാകുന്ന പടകിൽ ആഞ്ഞടിച്ചോട്ടെ. നിന്നെ മുക്കിക്കളയുമെന്ന് പിശാച് വാദമുയർത്തിയാലും ഇന്ന് പറഞ്ഞ് ഞാൻ നോക്കുന്നത് യേശുവിനാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിനകത്തൊരു കാര്യം ഇങ്ങനെ കാണുന്നുണ്ട്. യേശു പുരുഷാരത്തെ പറഞ്ഞയച്ച ശേഷം ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപ് അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. എന്നിട്ട് യേശു മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. എന്നാൽ 4-ാം യാമത്തിൽ യേശു വീണ്ടും നടന്നു വരികയാണ്. എങ്ങനെയാണ് നടന്നു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ കടലിൽ മീതെ നടന്നു വരികയാണ്. ഇത് കണ്ടപ്പോൾ ഒരു മനുഷ്യന് വലിയൊരു ആഗ്രഹം ഇതാണ്. 28-ാമത്തെ വാക്യം അതിങ്ങനെ, അതിന് പത്രോസ്, കർത്താവ് നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഒന്നാമത്തെ സംശയം അവിടെ ഉടലെടുത്തു. നീ കർത്താവാകുന്നുവെങ്കിൽ നീ കൽപ്പിക്കണം. കർത്താവ് പറഞ്ഞു നീ വരിക. പത്രോസ് ഇറങ്ങി, പടകിൽ നിന്ന് ഇറങ്ങി, വെള്ളത്തിലിറങ്ങി, വെള്ളത്തിന്മേൽ നടന്നുവെന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ കാറ്റ് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ടത് മുഖാന്തരം മുങ്ങി താഴുവാൻ തുടങ്ങി. എന്നാൽ യേശുവിന്റെ കരം പിടിച്ചിട്ട് പറയുകയാണ്, അല്പവിശ്വാസിയെ നീ സംശയിക്കുന്നത് എന്ത്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ചില ജീവിതങ്ങളോട് ഇടപെടുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം പരിശുദ്ധാത്മാവിൽ നിന്ന് വലിയത് പ്രാപിച്ചതാണ്, ദൂതുകൾ പ്രാപിച്ചതാണ്. എങ്കിലും മനസ്സിൽ എവിടെയോ ഒരു സംശയം. എന്റെ ദൈവം, നീ പറഞ്ഞത് ശരിയാണോ? ഞാൻ കാലുകൾ എടുത്തു വെക്കുവാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്കെന്തോ ഒരു സംശയം. എന്നാൽ യേശു നിങ്ങളെ നോക്കി വിളിക്കുകയാണ്, അല്പവിശ്വാസിയെ ഇനി നിനക്കെന്തിന് സംശയം? ഞാനത് വെളിപ്പെടുത്താം. കർത്താവ് പറയുകയാണ്, നിന്നെ ഒരിക്കലും ഞാൻ കൈവിടത്തില്ല. എന്നിട്ട് അതിന്റെ താഴെ പറയുകയാണ്, നീ തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകത്തില്ല, പെരുവള്ളങ്ങൾ നിന്നെ മുക്കുവാൻ സാധിക്കത്തില്ല. അഖില ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, വെള്ളത്തിനെ സൃഷ്ടിച്ച ദൈവം, തീനെ സൃഷ്ടിച്ച ദൈവം, ഇതെല്ലാം സൃഷ്ടിച്ച കർത്താവാണ് നമ്മളോട് പറയുന്നത്, വരിക, നീ ഇറങ്ങി നടക്ക, ഞാൻ നിന്നെ കാത്തുകൊള്ളാം. എനിക്കറിയത്തില്ല ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കരിസ്മ ക്രൂസൈഡിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പാട്ടാണ് എടുത്തുകൊണ്ട് വന്നത് പാടാൻ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിർബന്ധിക്കുന്നു, ആ പാട്ട് തന്നെ പാടണം. അതിങ്ങനെ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഭയപ്പെടാതെ ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് പറയണം ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ്, തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകത്തില്ല, പെരുവള്ളങ്ങൾക്ക് നിന്നെ മുക്കുവാൻ സാധിക്കത്തില്ല. എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഈ അഖില ചരാചരങ്ങൾ സൃഷ്ടിച്ച ദൈവം, ഈ ഉടയവനായ കർത്താവിന് നമ്മോട് പറയുമ്പോൾ എന്തിനാണ് സംശയം? കാറ്റുകൾ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട് മുൻപോട്ടുള്ള സ്റ്റെപ്പുകൾ വെക്കുവാൻ മടിക്കുമ്പോൾ, ആ സ്റ്റെപ്പുകൾ മുഴുവൻ പുറകോട്ട് വെക്കുമ്പോൾ എന്ന് കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട കുഞ്ഞേ, നീ ഭയപ്പെടേണ്ട മകളെ, നീ ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. I am with you. ഇന്ന് പകൽക്കാലം ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു മനുഷ്യനെ തൊട്ടിരിക്കും.
ജീവിതത്തിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്ന ചില ജീവിതങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് കാണുന്നു. അവരുടെ ഹൃദയത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. നീ സംശയിക്കണ്ട. ദൈവം ഇന്ന് നിന്റെ കൂടെയുണ്ട്. അക്കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ്. അക്കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഇത് ഞാൻ പറയുന്ന പോലെ കാണണ്ട, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾക്കെന്നെ ഒരുപാട് നാളുകളായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ ഇവിടെ നിർത്തിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നുള്ള വലിയ ബോധ്യത്തോടെ, ഇന്ന് പരിശുദ്ധാത്മാവിനെ ബഹുമാനിച്ചുകൊണ്ട് ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചാട്ടെ. എല്ലാവരും ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ, ഒരിക്കലും ഒരിക്കലും ഞാൻ കൈവീഴില്ല, ഭയപ്പെടാതെ ഞാൻ കൂടെയുള്ള